ഹായ് നമസ്കാരം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മാറ്റർ തന്നെയാണ്. എനിക്ക് ബിഗ് ബോസ് കണ്ടതിൽ ഇന്നലെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എടുത്തു പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ റണ ഫാത്തിമ അനുവിനെ പട്ടി എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്തു. പട്ടിയുമായിട്ട്, അതായത് ഡോഗുമായിട്ട് കമ്പയർ ചെയ്തു. അത് വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് പറയാനുണ്ട്. റേണ ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അത്തരം വാക്കുകൾ വളരെ മോശമാണ്. അനുമോളെ അത്തരത്തിൽ വിളിക്കാൻ വേണ്ടിയിട്ട് എന്താ കാര്യം? അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മോശമായ വാക്കുകൾ, അതൊന്ന് വെച്ചാൽ പട്ടി എന്ന് വിളിക്കുന്നത് മോശമായ വാക്കാണോ, അതൊരു മൃഗത്തിൻ്റെ പേരല്ലേ എന്നാണ്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഒരു മൃഗത്തിൻ്റെ പേര് തന്നെയാണ്, ഡോഗിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര് തന്നെയാണ് പട്ടിയെന്ന്. പക്ഷെ എന്തർത്ഥത്തിലാണ് അനുവിനെ അത്തരം ഒരു രീതിയിൽ അങ്ങനെ ഒരു മൃഗവുമായിട്ട് കമ്പാരിസൺ ചെയ്തത്? വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത്തരം വാക്കുകൾ ഒരു മനുഷ്യനെ മെൻഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് റെനയുടെ അത്തരം ആറ്റിറ്റ്യൂഡിലോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ട്. അപ്പം ബിഗ് ബോസ് മെയിനായിട്ട് പറയാം, ഇത്തരം വാക്കുകൾ ഒരു ഹ്യൂമൻ ബീനെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് കമ്പാരിസൺ ചെയ്യാതിരിക്കുക. അത് നിർത്തിയേ പറ്റൂ. കാരണം അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ലെ തന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ ഗെയിമൊക്കെ ഒരു ജാതി ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഭൂരിഭാഗം ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന് കാണും. കാരണം ആർക്കും ഗെയിം കളിക്കാൻ അറിയില്ല. ചുമ്മാ കരച്ചില് പിടിച്ചില് കരയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് നടക്കുന്നത് മൊത്തം. ആരൊക്കെ സുഖിക്കാൻ വേണ്ടി വന്ന് തിന്നാനും ഉണ്ണാനും ഉറങ്ങാനും വന്ന രീതിയായിട്ടുണ്ട് ബിഗ് ബോസ് 7. പിന്നെ ഈ റണ ഫാത്തിമ ഇങ്ങനെ പറഞ്ഞ ഒരു വാക്ക്, അത് വളരെ മോശമായിട്ടാണ് ഗൈസ് എനിക്ക് തോന്നിയത്. അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവള് പട്ടിയാണ്, പട്ടിയെ പോലെ പാത്രം കഴുകുന്നു, പട്ടി പോലെ കഴുകുക, അങ്ങനെയൊക്കെ പറയുമ്പം പക്ഷേ ഓൾറെഡി ഈ റണ ഫാത്തിമയെക്കാളും ഒരുപാട് വയസ്സിന് മൂത്തതാണ് ഈ പുള്ളിക്കാരത്തി അനു എന്ന് പറയുന്ന മത്സരാർത്ഥി. ആ പുള്ളിക്കാരത്തിയുടെ ഏജ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും പ്രായമുള്ളൊരു സ്ത്രീനെ ഒരു സ്ത്രീ തന്നെ പട്ടി എന്ന് വിളിച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്ത് മോശമാണ് ബിഗ് ബോസ്, നിങ്ങൾ തന്നെ പറയൂ, എന്ത് മോശമാണ്. അപ്പം ഇനിയെങ്കിലും പറയാ, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാതെ കളിക്കാൻ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അതൊക്കെ ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമാണ്. പക്ഷെ പട്ടി എന്നൊക്കെ പറയുമ്പം എന്താ പറയാ? അപ്പം ചോദിക്കും, രേണുസുധീനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചില്ലേന്ന്. അതും മോശം തന്നെയാണ്, അതും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇന്നലെ വെറുതെ മെൻഷൻ ചെയ്തിട്ട് പട്ടി എന്ന് 2-3 പ്രാവശ്യം വിളിക്കുന്ന ഞാൻ കേട്ടു. അതും വളരെ മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. അത് മാറ്റപ്പെടേണ്ട കാര്യങ്ങളാണ്. ബിഗ് ബോസ് ശക്തമായി